ഇപ്പോൾ ആലപ്പുഴ വലിയ ചുടുകാട് രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തുകയാണ് CPIM CPI നിയുക്ത മന്ത്രിമാർ. അവിടെ നിന്നുള്ള തത്സമയ സംപ്രേഷണങ്ങളിലേക്ക് നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ഉള്ളവരാണ് അവിടെ എത്തി പുഷ്പാർച്ചന നടത്തുന്നത്. വയലാർ പുന്നപ്ര സമരസേനാനികൾക്ക് ആദരമർപ്പിച്ചുകൊണ്ടാണ് നാളെ സത്യപ്രതിജ്ഞ ചെയ്യാനായുള്ള ആദ്യ ചുവടെന്നോണമാണ് ഇവിടെ രക്തസാക്ഷികൾക്ക് ആദരാഞ്ജലി അർപ്പിക്കാനായി നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ എത്തിയിട്ടുള്ളത്. CPI CPIM മന്ത്രിമാർ അടക്കമുള്ളവർ അവിടെ എത്തി പുഷ്പാർച്ചന നടത്തി. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ആലപ്പുഴയിൽ നിന്നും ഷാജഹാൻ ചേരുന്നുണ്ട്. ഷാജഹാൻ, CPIMന്റെയും CPIയുടെയും എല്ലാ നിയുക്ത മന്ത്രിമാരും ഉണ്ടോ പിണറായി വിജയനൊപ്പം? മറ്റ് അവിടെ നിന്നുള്ള വിവരങ്ങളും എങ്ങനെയാണ് പിണറായി? സൗമ്യ, അല്പസമയത്തിന് മുൻപാണ് CPM നേതാക്കൾ, അതോടൊപ്പം തന്നെ CPM CPI നേതാക്കളായിട്ട് അവരും തന്നെ വലിയ ചുടുകാട് രക്തസാക്ഷി മണ്ഡപത്തിലെത്തിയത്. വലിയ ചുടുകാട് രക്തസാക്ഷി മണ്ഡപത്തിലെത്തി ഇപ്പോൾ പുഷ്പാർച്ചനയും പുഷ്പചക്രവും അർപ്പിച്ചു. ഇതിനുശേഷം ഇപ്പോൾ നിയുക്ത മന്ത്രിമാർ, മുഖ്യമന്ത്രി അടക്കമുള്ള നിയുക്ത മന്ത്രിമാർ എല്ലാവരും തന്നെ ചേർത്തല രക്തസാക്ഷി മണ്ഡപം, അതായത് വയലാർ രക്തസാക്ഷി മണ്ഡപത്തിലേക്ക് പുറപ്പെടും. വയലാർ രക്തസാക്ഷി മണ്ഡപത്തിലും പുഷ്പാർച്ചനയും അതിനുശേഷം സമ്മേളനം നടക്കും. ഇന്ന് 1 മണിയോടുകൂടിയാണ് നിയുക്ത മന്ത്രിമാർ എല്ലാവരും തന്നെ, അതായത് CPMന്റെയും CPIയുടെയും നിയുക്ത മന്ത്രിമാർ എല്ലാവരും തന്നെ ആലപ്പുഴ ജില്ലയിലെത്തിയത്. ആലപ്പുഴ ജില്ലയിൽ ഇപ്പം നിരവധി ആളുകളുടെ സാന്നിധ്യത്തിലാണ് ഇപ്പോൾ ഈ ചടങ്ങുകൾ ഇപ്പോൾ ഇവിടെ നടന്നത്. എന്തായാലും വളരെ ആവേശകരമായിട്ടുള്ള ഒരു സ്വീകരണമാണ് നിയുക്ത മന്ത്രിമാർക്ക് ആലപ്പുഴ ജില്ലയിൽ ലഭിച്ചത്. ഇപ്പോൾ നേരിയ തോതിൽ മഴ ചാർന്നുണ്ടെങ്കിലും ഇതിനെയൊക്കെ അവഗണിച്ചുകൊണ്ടാണ് നൂറുകണക്കിന് വരുന്ന പ്രവർത്തകർ വലിയ ചുടുകാട് രക്തസാക്ഷി മണ്ഡപത്തിൽ എത്തിച്ചേർന്നത്. ഇതിനുശേഷം ഇപ്പോൾ നിയുക്ത മന്ത്രിമാർ എല്ലാവരും തന്നെ വയലാർ രക്തസാക്ഷി മണ്ഡപത്തിലേക്ക് പോകും. അവിടെയും പൊതുസമ്മേളനത്തിന് ശേഷമായിരിക്കും ഇവർ തിരുവനന്തപുരത്തേക്ക് മടങ്ങുക. പ്രത്യേകിച്ച് ഷാജി, നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് പുതിയ സർക്കാർ അധികാരമേൽക്കുകയാണ്. വലിയ രീതിയിലൊരു മുന്നേറ്റം കേരളത്തിൽ ഉടനീളം ഇടതുപക്ഷത്തിന് ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഏറ്റവും വലിയ ഒരു തരംഗം ഭാഗമായ ഒരു പ്രദേശമാണ് ആലപ്പുഴ. ആ വിധത്തിൽ ഈ ഒരു സ്മരണയെ കൂടി പുതുക്കി അതിനുകൂടി ഈ രക്തസാക്ഷികൾ കൂടി ആദരമർപ്പിക്കുന്ന ഈ ഒരു ചടങ്ങ് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം പ്രധാനമാണ്? തീർച്ചയായിട്ടും വളരെയധികം ശക്തമായ വേരോട്ടമുള്ള ഒരു മണ്ഡലമാണ്. ഇടതുപക്ഷത്തിന് ശക്തമായ വേരോട്ടമുള്ള മണ്ഡലമാണ് ആലപ്പുഴ ജില്ല. അതുകൊണ്ട് തന്നെ UDF അധികാരത്തിലെത്തുന്ന സമയത്ത് പോലും കൂടുതൽ സീറ്റുകൾ ആലപ്പുഴ ജില്ലയിൽ നിന്നും ഉണ്ടാവും. ഇത്തരത്തിൽ ഇത്തവണയും ഏകദേശം 8 സീറ്റുകൾ, 9ൽ 8 സീറ്റുകളുമായിട്ടാണ് ആലപ്പുഴ ജില്ല തങ്ങളുടെ മുന്നേറ്റം അറിയിച്ചിരിക്കുന്നത്. ഇടതുപക്ഷത്തിന് ശക്തമായ വേരോട്ടമുള്ള ആലപ്പുഴ ജില്ലയിൽ നൂറുകണക്കിന് വരുന്ന പരമ്പരാഗത തൊഴിലാളികളും പ്രവർത്തകരും അടക്കമുള്ള നൂറുകണക്കിന് പേരാണ് ഇപ്പോൾ വലിയ ചുടുകാട് രക്തസാക്ഷി മണ്ഡപത്തിൽ എത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ തന്നെ ചേർത്തല വയലാർ രക്തസാക്ഷി മണ്ഡപത്തിലും നൂറുകണക്കിന് വരുന്ന പ്രവർത്തകർ എത്തിച്ചേരും. ഇപ്പോൾ നിയുക്ത മന്ത്രിമാർ എല്ലാവരും തന്നെ വയലാറിലേക്ക് പുറപ്പെടും. അതിനു മുൻപായിട്ട് ചെറിയ ഒരു പൊതുസമ്മേളനം ഇവിടെയും താൽക്കാലികമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും അതിന് നേരിയ തോതിലുള്ള ചാറ്റൽ മഴയെ അവഗണിച്ചുകൊണ്ടും നൂറുകണക്കിന് വരുന്ന പ്രവർത്തകർ ഇപ്പോഴും വലിയ ചുടുകാട് രക്തസാക്ഷി മണ്ഡപത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അറിയാം, വളരെയധികം ആവേശത്തോടു കൂടിയാണ് തങ്ങൾക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ധീര ജവാന്മാർക്ക് സ്മരണ ഉണർത്തിക്കൊണ്ടുള്ള പുഷ്പാർച്ചനയും മറ്റും ഇവിടെ നടക്കുന്നത്. ഇതിനുശേഷം വയലാർ രക്തസാക്ഷി മണ്ഡപത്തിലേക്കായിരിക്കും നിയുക്ത മന്ത്രിമാരും അതോടൊപ്പം തന്നെ ജില്ലയിലെ നേതാക്കളും എല്ലാവരും തന്നെ പുറപ്പെടുക. ഒരുപക്ഷെ ഷാജി, ചരിത്രത്തിൽ തന്നെ ഒരു അഭിമാന മുഹൂർത്തമായിരിക്കും ഈ ഒരു സാഹചര്യത്തിൽ കൂടി ഒരുപക്ഷെ ഇടതുപക്ഷ പ്രവർത്തകർ എന്നതിനപ്പുറത്തേക്ക് സാധാരണക്കാരായ നാട്ടുകാരുടെ ഒരു വികാരമൊക്കെ എങ്ങനെയാണ്? തീർച്ചയായിട്ടും സൗമ്യ, ഇതൊരു ചരിത്ര നിമിഷമാണ്. കാരണം ഓരോ തവണയും ഇടതുപക്ഷം അധികാരത്തിലെത്തുമ്പോൾ തങ്ങളുടെ രാജ്യം കെട്ടിപ്പടുക്കുന്നതിന് അല്ലെങ്കിൽ തങ്ങൾക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ധീര ജവാന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയ ചുടുകാട് രക്തസാക്ഷി മണ്ഡപത്തിലെത്തിയതിനു ശേഷമായിരിക്കും
നേതാക്കൾ എല്ലാവരും തന്നെ അധികാരമേൽക്കുന്നതിന് തിരുവനന്തപുരത്തേക്ക് പുറപ്പെടുക. ഇത്തവണയും അത്തരത്തിൽ തന്നെയാണ് ഈ ഇടതുപക്ഷത്തെ മന്ത്രിമാർ, അതായത് CPM-ന്റെയും CPI-യുടെയും നിയുക്ത മന്ത്രിമാർ എല്ലാവരും തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവർ ഇവിടുത്തെ പുഷ്പാർച്ചനയ്ക്ക് ശേഷം വയലാർ രക്തസാക്ഷി മണ്ഡപത്തിലും എത്തും. അതിനുശേഷമായിരിക്കും അവർ തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിക്കുക. ഏതൊക്കെ മന്ത്രിമാരാണ്, ഏതൊക്കെ നിയുക്ത മന്ത്രിമാരാണ് പിണറായി വിജയനെ കൂടാതെ ഉള്ളത്? സൗമ്യ, ഇപ്പോൾ EP ജയരാജൻ, AK ബാലൻ, G സുദർശൻ, ഡോക്ടർ തോമസ് ഐസക്, ശ്രീരാമകൃഷ്ണൻ അടക്കം മന്ത്രിസഭയിൽ നിയുക്ത മന്ത്രിമാരായിട്ട് നിയോഗിക്കപ്പെട്ട ഏകദേശം ഭൂരിപക്ഷം അംഗങ്ങളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അത് കൂടാതെ ജില്ലയിലെ MLA-മാരും സമീപ ജില്ലകളിൽ നിന്നുള്ള MLA-മാരും എല്ലാവരും തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റ് ജനപ്രതിനിധികളുടെ ആയാലും ഒക്കെ തന്നെ ഒരു സാന്നിധ്യം അവിടെ ദൃശ്യമാണ്. തീർച്ചയായിട്ടും സൗമ്യ, ആലപ്പുഴ ജില്ലയിലെ മുഴുവൻ MLA-മാരും അതോടൊപ്പം തന്നെ ജനപ്രതിനിധികളും എല്ലാവരും തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതിനേക്കാൾ ഉപരി സാധാരണക്കാരായ ജനങ്ങളും വളരെ ആവേശത്തോടു കൂടിയാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. തങ്ങളുടെ നേതാക്കളല്ലെ, തങ്ങളുടെ പാർട്ടി അധികാരത്തിലെത്തുന്നതിന്റെ ആവേശങ്ങളുടെയൊക്കെ മുഖത്ത് പ്രകടമാണ് തന്നെയാണ് നമുക്ക് ഇവിടെ നിന്നും കാണാൻ സാധിക്കുന്നത്. യാതൊരുവിധ മുന്നറിയിപ്പുകളും ഇല്ലായിരുന്നിട്ട് പോലും കണക്കിലെ പ്രവർത്തകരാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. തങ്ങളുടെ നേതാക്കൾ അധികാരത്തിൽ എത്തുന്നതിന് മുൻപായിട്ട് അതിന്റെ സാക്ഷി വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് പുന്നപ്ര വയലാർ രക്തസാക്ഷികളുടെ വിശ്രമം കൊള്ളുന്ന വലിയ ചുടുകാട്ടിലും അതോടൊപ്പം തന്നെ വയലാർ രക്തസാക്ഷി മണ്ഡപത്തിലും അവർ തങ്ങളുടെ സഖാക്കൾക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. സൗമ്യ, ഒരുപക്ഷെ നമുക്കറിയാം, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തൊക്കെ കേന്ദ്ര സംസ്ഥാന ഭരണത്തിന്റെ ഒക്കെ സമയത്ത് ഏറ്റവും കൂടുതൽ ഒരുപാട് വിഷയങ്ങളിൽ അവഗണിക്കപ്പെട്ട ഒരു മേഖല കൂടിയാണ് ആലപ്പുഴ, മത്സ്യമേഖല അടക്കമുള്ള കാര്യങ്ങളൊക്കെ. ഒരുപക്ഷെ അത്തരം കാര്യങ്ങളിലൊക്കെ ചില ഉറപ്പുകൾ കൂടി പറയാതെ നൽകുന്നുണ്ട് പുതിയ അധികാരമേൽക്കാൻ പോകുന്ന മന്ത്രിസഭ. തീർച്ചയായിട്ടും സൗമ്യ സൂചിപ്പിച്ച പോലെ തന്നെ പരമ്പരാഗത വ്യവസായ മേഖലയാണ്. കഴിഞ്ഞ 5 വർഷക്കാലത്തെ നമ്മൾ ഇത് പരിശോധിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായ ാണ് ഈ പരമ്പരാഗത വ്യവസായ മേഖലയെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും സ്ഥിതി അതല്ല. അത്തരത്തിൽ നൂറുകണക്കിന് ജീവനക്കാരാണ് തങ്ങളുടെ പണി തങ്ങളുടെ ജോലി ഏത് നിമിഷവും നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിൽ കഴിയുന്നത്. അതോടൊപ്പം തന്നെ കുട്ടനാടൻ കർഷകർക്ക് കൃത്യമായിട്ട് നെല്ലിന് വില കിട്ടുന്നില്ല. നെല്ലിന് വില ഉയർത്തുമെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അത്തരത്തിൽ വില ലഭിക്കുന്നില്ല. നെല്ല് സംഭരിച്ചാൽ പോലും അതിനുള്ള തുക ലഭിക്കുന്നില്ല. ഇത്തരത്തിൽ നിരവധി പരാതികളും പ്രശ്നങ്ങളും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തങ്ങളുടെ പാർട്ടി അധികാരത്തിൽ വന്നതിലുള്ള ഒരു ആവേശം ഈ പ്രവർത്തകരുടെയും അതോടൊപ്പം തന്നെ സാധാരണക്കാരായ ജനങ്ങളുടെയൊക്കെ മുഖത്ത് വളരെ പ്രകടമാണ്. സൗമ്യ, യെസ്, അപ്പോൾ വലിയ ചുടുകാട്ടിൽ രക്തസാക്ഷി മണ്ഡപത്തിന്റെ സമീപത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ ചുടുകാട് രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ പൊതുസമ്മേളനത്തിൽ ഇപ്പോൾ ജനങ്ങളെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കും. നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് പുതിയ സർക്കാർ അധികാരമേൽക്കുന്നതിന് മുന്നോടിയായാണ് ആലപ്പുഴയിൽ രക്തസാക്ഷികളുടെ സ്മരണകൾ ഉറങ്ങുന്ന പുന്നപ്രയിലും വയലാറിലും എത്തി പുഷ്പാർച്ചന നടത്താനുള്ള ഒരു തീരുമാനം എടുത്തത്. അതിന് മുന്നോടിയായാണ് ഇന്നത്തെ രാവിലെ മുഖ്യമന്ത്രി തിരുവനന്തപുരത്തായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം അദ്ദേഹം ആലപ്പുഴയിലേക്ക് പോവുകയായിരുന്നു. ഇതിന് തൊട്ട് മുൻപ് അദ്ദേഹം KR ഗൗരിയമ്മയെ കണ്ട് നാളത്തെ സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് പുന്നപ്രയിലെ വലിയ ചുടുകാട്ടിൽ പുഷ്പാർച്ചന നടത്തി രക്തസാക്ഷികൾക്കുള്ള ആദരം കൂടി അറിയിച്ചിരിക്കുന്നത്. CPIM-ന്റെയും CPI-യുടെയും മന്ത്രിമാരെല്ലാം തന്നെ മുഖ്യമന്ത്രിക്ക് ഒപ്പം ഉണ്ട്. വലിയ ചുടുകാട്ടിലെത്തി അവരും പുഷ്പാർച്ചന നടത്തി. വലിയ സ്വീകരണമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും തങ്ങളുടെ പുതിയ മന്ത്രിമാർക്ക്, മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് നൽകുന്നത്. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിലുണ്ടായ വലിയ ഒരു പിന്തുണ, ഇടതുപക്ഷത്തിന് ലഭിച്ച വലിയൊരു പിന്തുണ, അത് വളരെ ദൃശ്യമായ ഒരു ജില്ല കൂടിയായിരുന്നു ആലപ്പുഴ. അതിൻ്റെ ഒരു പ്രതിഫലനമെല്ലാം തന്നെ ഈ ഒരു സ്വീകരണ പരിപാടിയിലും ദർശിക്കാനാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ പ്രതിഫലനം എന്നോണം ഇടതുപക്ഷ ചിന്താഗതിക്കാരായ പ്രവർത്തകർക്ക് അപ്പുറത്തു നിന്ന് സാധാരണക്കാരായ ആളുകളുടെ വലിയ കൂട്ടമാണ് മുഖ്യമന്ത്രി അടക്കമുള്ളവരെ സ്വീകരിക്കാനായി ആലപ്പുഴയിൽ തടിച്ചുകൂടിയിട്ടുള്ളത് എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ വലിയ ചുടുകാട്ടിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം പൊതുസമ്മേളനം നടക്കുകയാണ്. CPIM-ന്റെയും CPI-യുടെയും നിയുക്ത മന്ത്രിമാരും നിയുക്ത മുഖ്യമന്ത്രി അടക്കമുള്ളവരും ആണ് പുന്നപ്രയിൽ വലിയ ചുടുകാട്ടിൽ എത്തി പുഷ്പാർച്ചന നടത്തിയത്. അതിനുശേഷം പൊതുസമ്മേളനത്തിൽ ഇവർ സംസാരിക്കുമെന്നാണ്, മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം സംസാരിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്.